ആ ഭായ്, ഞങ്ങൾ ആ കാറിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. തനിക്കെതിരെ തിരിയുന്ന രവിയുടെ നീക്കങ്ങൾ ചന്ദ്രു ശ്രദ്ധിക്കുന്നു. കുഞ്ഞിമണി മരിച്ചുവെന്ന് കുട്ടിമണിയെ ബോധിപ്പിക്കുന്നതിനായി മനസ്സുജൻ കുഞ്ഞിമണി മരിച്ചതിന്റെ ചടങ്ങ് നടത്തുന്നു. കുട്ടിമണിയെ ആശ്വസിപ്പിക്കാൻ മനസ്സുജനും സീതയും ശ്രമിക്കുന്നു. തുടർന്ന് കാണുക. ഓരോ വേർപാട് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കുമ്പോൾ വേർപാടെന്ന് പറഞ്ഞാൽ ഒരു മുറിവല്ലേ, ഒരു വിടവല്ലേ. ഒരു നിമിഷം കൊണ്ട് ആ മുറിവ് ഉണങ്ങുമോ? ഒരു ദിവസം കൊണ്ട് ആ വിടവ് നികരോ? ഇല്ലല്ലോ. കുട്ടിമണിയുടെ കുഞ്ഞു മനസ്സിന് ആ ഒരു സങ്കടം ഇല്ലാതാവാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും കുട്ടിമണിയെ ആ റിയാലിറ്റി ബോധ്യപ്പെടുത്താൻ ബായിക്ക് കഴിഞ്ഞല്ലോ. അത് വലിയ കാര്യല്ലേ. പിച്ചളെ, നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു അതാദ്യം ആലോചിക്കും. റിയാലിറ്റി ബോധ്യപ്പെടുത്താൻ ചെയ്തു. അത് എത്രമാത്രം കുട്ടിമണിക്ക് ബോധ്യപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിൻ്റെ കുഴിമാടത്തിന് മീതെ കരഞ്ഞ് തളർന്നു കിടക്കുന്ന കുട്ടിമണി എങ്ങനെയെങ്കിലുമാണ് ഞാൻ അവളെ അകത്ത് കൊണ്ട് കിടത്തിയത്. കുട്ടിമണി എന്നോട് ചോദിച്ചെന്താണെന്നോ, വല്യേച്ചിക്ക് മാത്രം കുഞ്ഞിനെ കിട്ടി, അവൾക്ക് കിട്ടിയില്ലെന്ന്. അവളുടെ മനസ്സിൽ ദൈവം അവളെ കബളിപ്പിച്ചു എന്നുള്ള ചിന്തയാ. അതുകൊണ്ടാണ് അവളുടെ സങ്കടം ഓരോ നിമിഷവും ഇരട്ടിയായി വരുന്നത്. ബായി, എന്തായാലും ബായി കുട്ടിമണിയുടെ കൂടെ തന്നെ കാണണം. കാരണം തിരിച്ചറിവുള്ളവർ കാണിക്കുന്നത് പോലെയുള്ള അവിവേകങ്ങളൊന്നും കുട്ടിമണി കാണിക്കത്തില്ല. എങ്കിൽ പോലും കുട്ടിമണിയുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു തോന്നൽ വരാം. കുഞ്ഞിമണി ഇല്ലാത്ത ദേഷ്യവും വാശിയും സങ്കടമൊക്കെ സ്വയം നോവിക്കാനും സ്വയം ശിക്ഷിക്കാനുള്ള ചിന്തകളായിട്ട് മാറാം. എനിക്കും ആ പേടിയുണ്ട്. അവൾ പണ്ട് പറഞ്ഞതാ, അമ്മയും അച്ഛയൊക്കെ വന്നിട്ട് അവളെ വിളിക്കുന്നു കുഞ്ഞുമണിയും കൊണ്ട് അവരുടെ കൂടെ ചെല്ലാനെന്ന്. ഇപ്പൊ കുഞ്ഞുമണിയും പോയല്ലോ. എങ്കിൽ പിന്നെ അവരൊക്കെയുള്ള ലോകത്തേക്ക് പൊയ്ക്കളയാമെന്ന് കുട്ടിമണി ചിന്തിച്ചാൽ എന്നെ ഭയപ്പെടുത്തുന്നൊരു കാര്യം അത്. അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം. അങ്ങനെ ആവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. എന്തായാലും ബായി ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും കുട്ടിമണിയുടെ ഒപ്പം വേണം. ഈ അവസ്ഥയിൽ ആ മനസ്സിൽ ചെറിയൊരു പോറൽ പോരും നമ്മൾ കരുതണേൻ്റെ അപ്പുറമായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം. അങ്ങനെ ഉണ്ടാവാതെ നോക്കണം. കുഞ്ഞുമണി ഇല്ല എന്നുള്ള സത്യം കുട്ടിമണി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ബായിക്ക് അതിന് കഴിയും. കണ്ണു നിറയാതെ അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല പിച്ചളെ. അതാണ് എൻ്റെ പ്രശ്നം. എന്ത് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിക്കും? കുഞ്ഞുമണിയെ ദൈവം കൊണ്ടുപോയി, പോയത് പോട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഡോക്ടറാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. കുട്ടിമണി നേരിട്ട് കാണാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന്. അത് കുട്ടിമണിയെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നേക്കുമെന്ന്. അതൊരു രീതിയിൽ കറക്റ്റ് അല്ലേ ബായി? ഇല്ലെങ്കിൽ പാവയും തലേണയൊക്കെ ഒക്കത്തെടുത്ത് കുഞ്ഞുമണിയാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കണ കാണത്തില്ലായിരുന്നോ? അങ്ങനെ മനസ്സിന്റെ സമനില അപ്പാടെ തെറ്റിപ്പോകത്തില്ലായിരുന്നോ? ഇപ്പം ആ സത്യം കുട്ടിമണിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബായ് ഒന്ന് മാത്രം ഓർക്ക്, കുട്ടിമണിയുടെ ഒപ്പം നിൽക്കുക, നന്നായി ശ്രദ്ധിക്കുക. ബായി, ഉള്ളിൽ കത്തുന്ന വിളക്ക് പോലെയാണല്ലോ ജീവൻ. അത് സ്വയം അണയാനും ആരെങ്കിലും ഊതിക്കെടുത്താനും അവസരങ്ങളുണ്ട്. അതും ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് രണ്ട് കൈകൊണ്ടും പൊതിഞ്ഞ് ആ നാളം കെടാതെ സൂക്ഷിക്കണം. അതിന് ബായിക്ക് മാത്രമേ കഴിയൂ. കുഞ്ഞുമണി അമ്മയോട് ഇഷ്ടമുള്ള മോളായിരുന്നെങ്കിൽ അമ്മേന്റെ കൂടെ കൊണ്ടുപോയെന്നല്ലോ. കൊച്ചു ചത്തുന്ന് കരുതി ആത്മാവിനോട് സംസാരിക്കണോ പെണ്ണ്? പൊന്നു മോളെ, നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് ആരാടി പറഞ്ഞത്? നിന്റെ കുഞ്ഞാ നഷ്ടപ്പെടാത്തത്. തൊട്ടപ്പുറത്തെ മുറിയിൽ കീന്ന് കരഞ്ഞു കിടക്കുന്നത്. എന്ന് നീ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ സീതാദേവി അത് സമ്മതിക്കൂ? ഇനി സത്യം മനസ്സിലാക്കിയാൽ തന്നെ കൊച്ചിനെ നിനക്ക് തിരിച്ചു തരൂ? ഇല്ല. അല്ലെങ്കിൽ തന്നെ അതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും തലച്ചോറിലെ അവസാന കോശത്തിന്റെയും വിളക്കണഞ്ഞ് നീ മുഴുഭ്രാന്തിയാവത്തില്ലേ?
അല്ലെങ്കിൽ ഈ കൊച്ചേച്ചി നിന്നെ അങ്ങനെ ആക്കത്തില്ലേ? ആ ടപ്പോ 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 തപ്പാണി തപ്പ് കൊടുക്കേൽ എന്തുണ്ട്? എന്താടോ ചൊക്കര്, പാട്ടൊക്കെ മറന്നുപോയോ? അതോ പാട്ടുപെട്ടി കേടായോ? അയ്യോടാ, മോള് സങ്കടപ്പെട്ടിരിക്കുവാണോ? കുഞ്ഞുവാവേ കാലം കൊണ്ടുപോയതിന്റെ സങ്കടമാണോ? കൊച്ചേച്ചിക്കും സങ്കടമുണ്ട് കേട്ടോ. പാവം, നല്ല തങ്കക്കുടം പോലൊരു കുഞ്ഞിനെയല്ലേ കുഴി വെട്ടി മണ്ണിട്ട് മൂടിയത്. എന്നാലും കുട്ടിമണിയുടെ മനസ്സജൻ തന്നെ അത് ചെയ്തല്ലോ. എന്തു പറ്റി കുട്ടു? മനസ്സജന് കുഞ്ഞുമണിയെ ഇഷ്ടമല്ലായിരുന്നോ? കൊച്ചേച്ചിക്ക് അങ്ങനെ പോവാൻ പറ്റൂ എന്റെ മുത്തേ? പറ്റുമോ? മോളിങ്ങനെ കണ്ണീരൊഴുകുന്ന മെഴുകു പ്രതിമ പോലെ ഇരിക്കുമ്പോ കൊച്ചേച്ചി ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ വന്നു കാണണ്ടേ? എന്തായാലും ഒടേ തമ്പുരാൻ കാണിച്ചത് ഒരു വല്ലാത്ത കൊലച്ചതിയായിപ്പോയി. സീതയെടുത്തേക്ക് നല്ല ഒരു കുഞ്ഞിനെ കൊടുത്തു. കുട്ടിമണിയുടെ കുഞ്ഞിനെ അങ്ങ് തട്ടിയെടുക്കുകയും ചെയ്തു. കുട്ടിമണിയുടെ കുഞ്ഞുമണി വയലൂരം വീട്ടിലെ രാജകുമാരി ആവൂന്ന് കരുതിയിരുന്നതാ. രാജകുമാരിക്കിടാൻ കൊച്ചേച്ചി പുത്തനുടുപ്പും വാങ്ങിച്ചു തന്നതാ. ആ എന്നിട്ടിപ്പോ കുട്ടിമണിയുടെ കുഞ്ഞുമണി ചത്തുപോവുകയും ചെയ്തു. സീതയിടത്തേക്ക് കുഞ്ഞു വരികയും ചെയ്തു. ആ ഇനിയിപ്പോ സീതയിടത്തിയുടെ കുഞ്ഞിനെ അങ്ങ് രാജകുമാരി ആക്കാം. അല്ല പിന്നെ കൊച്ചേച്ചി, എനിക്കൊന്നും കേക്കണ്ട. ഓ നിർത്താൻ. നീ കേക്കണം മോളെ. ഇപ്പോ കുട്ടിമണിയുടെ നെഞ്ചൊരു തീക്കുണ്ടാണെങ്കിൽ അതൊരു തീച്ചൂളയാവും ഉടൻ. അതിനുള്ള വെടിമരുന്ന് കരുതി വെച്ചിട്ടാടി കൊച്ചേച്ചി ഇവിടെ നിൽക്കുന്നത്. പിന്നെ സീതയെടുത്ത് എന്താ പറഞ്ഞേ? നിന്റെ കുഞ്ഞുമണി സ്വർഗത്തില് ദൈവത്തിന്റെ കൂടെ പൂ പറിക്കാൻ പോയേക്കുവാണെന്നോ? എന്നാ കേട്ടോ, സീതയെടുത്ത് അതെ ചുമ്മാ പറഞ്ഞതാ. നിന്റെ കുഞ്ഞുമണി സ്വർഗത്തിലല്ല, നരകത്തിലാ. നരകത്തില്. പൂക്കളുടെയും പൂമ്പാറ്റയുടെയും കൂടെ ഒന്നും അല്ല കുഞ്ഞുമണി, പുഴുക്കളുടെയും അട്ടുകളുടെയും ഒക്കെ കൂടെയാ. എന്റെ ദേഹം നൊന്നാലേ വെച്ചേക്കത്തില്ല ഞാൻ ഒന്നിനെ. മോളെ കുട്ടിമണി മാറ്, മാറ് കുട്ടിമണി. എന്താ കലമോളിത്? എന്താന്ന് നിങ്ങൾ എന്താ കിന്താന്ന് എന്നോട് ചോദിക്കുന്നത്? നിങ്ങളുടെ പെങ്ങളോട് ചോദിക്കും. ഈ പ്രാന്തിയെ ഞാൻ ആശ്വസിപ്പിക്കാനായിട്ട് ചെന്നതാ. അവൾ ഉടനെ ചാടി എന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യ അങ്ങോട്ട്. എന്താ കുട്ടിമണി ഇത്? മനുഷ്യന് മനസ്സമാധാനം വേണ്ടേ? ഇവള് എന്താ എന്നോട് പറഞ്ഞത് അറിയോ? എന്റെ കുഞ്ഞാണി നരകത്തിലാന്ന്. വല്യച്ഛനോട് പറഞ്ഞത് കുഞ്ഞാണി സ്വർഗത്തിലാന്ന്. നരകത്തിലാന്ന് പറഞ്ഞ ഇവളെ കൊല്ലാൻ ഞാൻ. എന്താ കലമോളി ഇത്? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കുട്ടിമണിക്ക് എന്തുമാത്രം ബുദ്ധിയുണ്ടെന്ന് കലമോൾക്ക് അറിയത്തില്ലേ? അവളുടെ മാനസികാവസ്ഥ കലമോൾക്ക് അറിയത്തില്ലേ? അതെല്ലാം മറന്ന് കലമോൾ ഇങ്ങനെ പെരുമാറുകയെന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഇവള് ചോദിച്ചു മരിച്ചവരെല്ലാം സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സ്വർഗത്തിലും പോവും നരകത്തിലും പോവുന്നു. ഞാനേ പഠിപ്പും വിവരമുള്ള ആളാ ബാലേട്ടാ. അല്ലാതെ നിങ്ങളെ പോലെ 10ാം ക്ലാസ്സും ഗുസ്തിയൊന്നും അല്ല. നിങ്ങളുടെ പെങ്ങളെ പോലെ ജീവിതത്തിൽ ഒരേ ഒരു ദിവസം സ്കൂളിൽ പോയ ആളും അല്ല. മനസ്സിലായോ? എനിക്ക് നരകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയും ഒരു വിശ്വാസവും ഇല്ല. അവൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. അതിനും ഇവള്
ഈ മുഴുപ്രാന്തി എന്റെ കഴുത്തിൽ കുത്തി പിടിച്ചേക്കുന്നു. രവിയേട്ടാ, ഞാൻ രവിയേട്ടന്റെ ഭാര്യയല്ലേ? എന്റെ ഭാഗത്ത് രവിയേട്ടന് എന്ത് കുറ്റം തോന്നുന്നെങ്കിലും രവിയേട്ടൻ എന്നെ തല്ല്, എന്നെ കൊല്ല്. അല്ലാതെ പെങ്ങളെ കൊണ്ട് എന്നെ ഉപദ്രവിപ്പിക്കരുത്. നിർത്തടി നിന്റെ കള്ളക്കരച്ചില്. നീ എന്തിനാണ് ഇപ്പൊ കുട്ടിമണിയുടെ മുറിയിലേക്ക് പോയത്? മോളെ കുട്ടിമണി. ബാലട്ടാ, എന്താ ബാലട്ടാ? എന്താ കുട്ടു? മനുഷ്യ ഇവളുണ്ടല്ലോ ഈ കൊച്ചേച്ചി, ഇവള് പറയുവാണേ നമ്മുടെ കുഞ്ഞുമണി നരകത്തിലാ പോയെ. അവള് പുയുവിന്റെ അട്ടയുടെയും കൂടെ കിടക്കുവാണ്. കലെടുത്തി, ഇത്രയും ദുരന്തത്തിന്റെ നടുക്ക് ഞങ്ങൾ നിന്നിട്ടും നിങ്ങൾക്ക് പക തീർന്നിട്ടില്ലല്ലേ? ഇപ്പോഴും ഞങ്ങളെ കുത്തി നോവിക്കണമെന്നും കരൾ പിളർക്കണമെന്നും തന്നെയാണല്ലേ? എന്ത് സുഖമാണ് നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? എടാ, എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നീ നിക്കണ്ട. അതിനെനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എന്റെ ഭർത്താവുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്. അല്ലാതെ നിന്നെ പോലെ ഒരു തെണ്ടിയല്ല ഞാൻ. ആ അതെ, ഞാൻ തെണ്ടിയാണ്, അനാഥനാണ്, അഗതിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മനസ്സിന്റെ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുക എന്റെ കുട്ടിമണി. അവളുടെ പുറകെ നടന്നൊരു വാക്കുകൊണ്ട്, വേണ്ട ഒരു നോക്കുകൊണ്ട് കുത്തി നോവിച്ച എല്ലാത്തിനും കുത്തി കീറി ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ രവിയേട്ടാ, ഭാര്യയെ പറഞ്ഞത് മനസ്സിലാക്കുക. ഒന്നുമില്ലെങ്കിലേ കണ്ണീരൊഴുക്കുന്നതും ഭ്രാന്തിന്റെ വക്കി വന്ന് നിൽക്കുന്നതും നിങ്ങളുടെ സ്വന്തം പെങ്ങളാ. കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ കണ്ടവൾ, കൈ പിടിച്ച് നടത്തിയവൾ. അവളെ കരയിക്കുന്നതിന് ഒരു പരിധിയില്ല രവിയേട്ടാ. കുട്ടു, നമ്മുടെ കുഞ്ഞുമണി സ്വർഗത്തിലേ പോകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുമണി ദൈവത്തിന്റെ കുഞ്ഞാ. അവൾ സ്വർഗത്തിലേ പോവും. അല്ലാതെ ഇവിടുത്തെ പിശാചുക്കൾ പറയുന്ന പോലെ നരകത്തിലേക്കൊന്നുമല്ല. അതുകൊണ്ട് ഇതൊന്നും കേട്ട് കുട്ടി വിഷമിക്കണ്ട. വാ കുട്ടു, വാ. എടാ, ഇത് കുറച്ച് കഷ്ടമാ. നിന്നോട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കരയില്ലേ 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 വാവ, കരയില്ലേ 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 വാവ, കരയില്ലേ. മിടുക്കി കുട്ടിയല്ലേ, കരയില്ലേ വാവി. ആ ആ ആ ശരി 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 ശരി. ആ ആ ആ ആ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഈ കലമോളുടെ മനസ്സ് ഇത്ര ക്രൂരമായി പോയല്ലോ. കുട്ടിമണിയുടെ അടുത്ത് എന്ന് വഴക്കുണ്ടാക്കിയിരിക്കുന്നു, എന്നിട്ട് കുട്ടിമണിയുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിലിരിക്കുന്ന കുട്ടിമണിയോട് ഇത്തിരി ദയ കാണിക്കണ്ടേ? അവളെ ആശ്വസിപ്പിക്കുമല്ലേ വേണ്ടത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇതിലെന്ത് പറയാനാ ബാലേട്ടാ? കുട്ടിമണിയോട് മതിയിൽ ഇങ്ങനെ പെരുമാറിയതിൽ നിനക്കൊരു പ്രതിഷേധമില്ലേ? ഇതൊക്കെ ഞാൻ ഈ വീട്ടിൽ വന്ന നാളെ മുതൽ കാണുന്നതല്ലേ. ഇനിയിപ്പോ അതേപ്പറ്റി ചിന്തിച്ചിട്ട് ഞാൻ എന്തിനു തലമുണ്ടാക്കണം? സീതേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇത് നിനക്ക് പറ്റിയ സംസാര രീതി അല്ല കേട്ടോ. ബാലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കിപ്പോ നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കാൻ തന്നെ നേരമില്ല. അതിനിടെ ബാലേട്ടൻ അവിടെ വഴക്കിനിടെ തടസ്സം പിടിക്കാനും ന്യായം പറയാനും ഒക്കെ പോയതെന്തിനാ? സീതേ, നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ തന്നെയാ ബാലേട്ട സംസാരിക്കുന്നത്. കുട്ടിമണിയും മതികലയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. നിനക്കും മതികലയ്ക്കും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കും അറിയത്തില്ലല്ലോ. ഈ വയലോരം വീട്ടിൽ ഓരോരുത്തരുടെ മനസ്സിലേ അടച്ചുപൂട്ടി ഓരോരോ മുറികളുണ്ട്. ആ മുറികളിൽ കുറേയേറെ രഹസ്യങ്ങളുണ്ട്. അത് തുറന്നു നോക്കാത്തത് മനഃപൂർവ്വ. കാരണം അതറിഞ്ഞിട്ട് നടുങ്ങണ്ടല്ലോ എന്ന് കരുതിയ, വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയ. ബാലേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെയല്ലേ? ഒരുപാട് രഹസ്യങ്ങളല്ല, നീ എന്നോട് പറയാത്ത പല കാര്യങ്ങളുണ്ട്.
നീ എന്തെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചോ അതെല്ലാം കാലം എന്റെ മുന്നിൽ കൊണ്ടൊന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് നീ ഓർത്തോണം. അത് ശരി. ഇപ്പൊ കുട്ടിമണിയോട് മതികല വഴക്കുണ്ടാക്കിയതിന് ആ അരിശ എന്നോട് തീർക്കുക അല്ലേ? ഇതിനാ പറയുന്നത് അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന്. നിന്നോട് ഞാൻ അരിശം തീർത്തില്ലല്ലോ, ഒന്നും പറഞ്ഞതുമില്ല. കുട്ടിമണിയോട് മതികൽ ഇങ്ങനെ പെരുമാറിയതിൽ അമർഷമില്ലേ എന്ന് ചോദിച്ചു, അത്രയല്ലേ ഉണ്ടായുള്ളൂ. നീ കുട്ടിമണിക്ക് അമ്മയല്ലായിരുന്നോ? അവളെ വലിയ സ്നേഹമല്ലായിരുന്നോ? അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പോഴും എനിക്ക് കുട്ടിമണിയോട് ഒരു സ്നേഹക്കുറവുമില്ല. അവൾക്ക് സന്തോഷവും സമാധാനവും കിട്ടണേ ഈശ്വര എന്നാണ് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചത്. എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതം മറന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് നിൽക്കാൻ സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. സമയമില്ലെന്ന് പറഞ്ഞാ നാളെ ലോകം അവസാനിക്കാൻ പോവാണോ? ലോകം അവസാനിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. ഇനി ബാലേട്ടൻ ചെയ്യേണ്ടതെന്താ? നമ്മുടെ മുന്നിൽ ഒരുപാട് ബാധ്യതകളുണ്ട്. അത് തീർക്കാനുള്ള വഴികൾ നോക്കണം. ഇന്ദുവിന്റെ പൈസ കൊടുക്കണ്ടേ? ബാങ്കിലെ കടങ്ങൾ തീർക്കണ്ടേ? ഇപ്പോ ആശുപത്രി ചെലവിനായി പുറത്തുനിന്ന് പലിശക്കെടുത്ത പണം തിരികെ കൊടുക്കണ്ടേ? നീ എന്നെ ബാധ്യതകളുടെ കണക്ക് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. കടം വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും എനിക്കറിയാം. ചിലപ്പോ അല്പം താമസിക്കുമായിരിക്കും. എടി, ലോകത്തിൽ ആരടി കടം വാങ്ങിക്കാത്തത്? ഒരാവശ്യത്തിന് മറ്റൊരാളുടെ സഹായം തേടേണ്ടി വരും. അത് പറഞ്ഞ് ഭയപ്പെടുത്തി എന്നെ തളർത്താൻ നോക്കണ്ട. ഞാൻ ഭയപ്പെടുത്താനും തളർത്താനും ഒന്നും നോക്കിയതല്ല. ഞാൻ നമ്മുടെ അവസ്ഥകൾ പറഞ്ഞതാ. ഇനി മുമ്പോട്ട് പോകുമ്പോ ചെലവുകൾ കൂടും. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം, സ്കൂളിൽ വിടണം. പിന്നെ ഇന്നലെ ജനിച്ച കുഞ്ഞേ നാളെ എണീറ്റ് ബാഗും തൂക്കി സ്കൂളിലേക്ക് പോവല്ലേ? ഒന്ന് നിർത്ത് സീത. നീ എല്ലാ സ്ത്രീകൾക്കുള്ള സ്വാർത്ഥതയത് ഇനി കുഞ്ഞും ഭർത്താവും ഉള്ള ഒരു ചെറിയ ലോകത്തിലേക്ക് ഒതുങ്ങുക. കുടുംബത്തിലെ മറ്റു കാര്യങ്ങളിലൊന്നും പുരുഷൻ ഇടപെടരുത്, അല്ലേ? ഞാൻ അങ്ങനെ ഒരു പെണ്ണായിട്ടാണോ ബാലേട്ടിന് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരാളാണോ ഞാൻ? എനിക്കറിയത്തില്ല സീതെ. നീ ഓരോ സമയത്തും പറയുന്ന കാര്യങ്ങൾ ഞാൻ പിന്നീട് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇന്നലെ വരെയുള്ള സീതയല്ല ഞാൻ. ഇന്ന് ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാണ്. അപ്പോ ജീവിതത്തെപ്പറ്റി കുറച്ചുകൂടി ഉത്കണ്ഠയുണ്ട്, കുറച്ചുകൂടി ഭയമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബാലേട്ടൻ ഇവിടുത്തെ മറ്റു പ്രശ്നങ്ങളിലൊന്നും ഇടപെടാനോ മറ്റുള്ളവരുടെ വൈരാഗ്യം മേടിച്ചു വെക്കാനോ ഒന്നും പോകണ്ടെന്ന്. ദേ, ബാലേട്ടൻ കലമോളെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ രീതിയിലാവും പ്രശ്നം ഉണ്ടാവുന്നത്. വേറെ രീതിയിൽ എന്ത്? ബാലേട്ടാ, കലമോളുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പ്രബലരാണ്. നമുക്ക് അവരോടൊന്നും യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തതിലൊക്കെ കയറി നിർത്തി. കുറെ നേരം ആയല്ലോ നീ ആവശ്യമില്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞ് ചെലക്കുന്നു. എന്റെ പെങ്ങളാ കുട്ടിമണി. അവളെ ആരെങ്കിലും നോവിച്ചാ ചോദിക്കണ്ടേ? ഞാനൊന്നും പറയുന്നില്ല. ബാലേട്ടൻ ചോദിക്കോ ചോദിക്കാതിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. മോളെ, വെറുതെ ഒച്ച വെച്ച് കുഞ്ഞിനെ കൂടെ കരയിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് തുടങ്ങിയതാ സീതേ നിന്റെ ഈ മാറ്റം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, വയലോരം വീട്ടിലെ ബാലന് ഇഷ്ടപ്പെടുന്ന ഒരു സീതയുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഭൂമിയോളം ക്ഷമിക്കാനും മനസ്സുള്ളൊരു സീത. ആ മനസ്സ് കൈമോശം വന്ന സീത ലോകത്തിലെ വെറും ഒരു സാധാരണ പെണ്ണായി നീ മാറും. അങ്ങനെ നിന്നെ സങ്കല്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വയലോരം വീട്ടിലെ ബാലന് ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം. ആ കുറവുകൾ ഞാൻ മറച്ചു വെക്കുന്നതേ പട്ടുപോലത്തെ എന്റെ ഭാര്യയുടെ സ്വഭാവം കൊണ്ടാണ്. അതുകൊണ്ട് സ്വാർത്ഥതയുടെ ഒരു പൊട്ടുപോലും നിന്റെ മനസ്സിലുണ്ടാവരുത്. മനസ്സിലായോ? ഒരു കണക്കിന് ബായി പറഞ്ഞു തന്നെ നല്ലത്. നമ്മൾ സ്റ്റേഷനിൽ പോയി CI സാറിനെ കണ്ടാലേ ഒരു തരത്തിൽ ഫോർമാലിറ്റി ആയിരിക്കും. നമുക്ക് പറയാനുള്ളതെല്ലാം പറയാനും പറ്റില്ല. അങ്ങേർക്കാണെങ്കിൽ 100 കൂട്ടം തിരക്കുമായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ CIയുടെ വീട്ടിലേക്ക് ചെന്നെന്നും പറഞ്ഞ് നമ്മൾ പറയുന്നത് മൊത്തം കേൾക്കാനിരിക്കണമെന്നില്ല. അറിയാലോ CIയുടെ സ്വഭാവം. എന്തായാലും അയാളുടെ മനസ്സിലൊരു നന്മണ്ട് ബായി. അതുകൊണ്ടാണല്ലോ ചില സമയത്ത് നമ്മളെ സഹായിച്ചതും നന്മ കാണിച്ചതൊക്കെ. കാര്യമൊക്കെ ശരിയാ പിച്ചളെ. പക്ഷേ ഇതൊരു ചെറിയ കേസല്ലല്ലോ. സാറ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കൊലപാതക കേസ്. അതിൽ നമുക്കറിയാവുന്ന വിവരങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞതുമില്ല. പലതവണ അങ്ങേര് ചോദിച്ചതാ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാൻ. അന്നൊക്കെ ഒന്നും മിണ്ടാതെ അറിയില്ല സാറേ എന്നും പറഞ്ഞു നിന്നിട്ട്
ഇന്നിപ്പോൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് തെളിവ് കൊടുക്കാനായി അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അയാൾ ഏത് രീതിയിൽ എടുക്കുമെന്നറിയില്ല. ചിലപ്പോൾ നമ്മളോട് ഇറങ്ങിപ്പോവാനും പറയും. അങ്ങനെയൊന്നും പറയത്തില്ല. എൻ്റെ ബായി എത്ര കടുപ്പമേറിയ പാറപ്പുറത്തും ഒരു വിത്തിന് മുളയ്ക്കാൻ ഇത്തിരി മണ്ണ് കാണുന്ന മനുഷ്യൻ്റെ മനസ്സും അതുപോലെ. എത്ര കട്ടിയുള്ള മനസ്സാണെങ്കിലും തൊട്ടാൽ എവിടെയെങ്കിലും ഒരു പതുപതുപ്പ് കാണും, ഒരു ചെറിയ സോഫ്റ്റ്നെസ്. CI അയ്യപ്പൻകുട്ടീൻ്റെ മനസ്സിലും അതുണ്ട്. ബായ് ധൈര്യമായിട്ടിരിക്കും. നമ്മളിപ്പോൾ അവിടെ ചെല്ലണു, കാര്യങ്ങൾ പറയണു. അപ്പം സാറ് ഒന്നുകൂടി ഉഷാറാവും. ഇപ്പം തന്നെ മൈലമ്മ കമ്മീഷണർ ഓഫീസിൽ കേസ് കൊടുക്കുകയും ആ വനിതാ CI മേഡം ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നോണ്ട് ഈ കേസിൽ കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവില്ല. അല്ലെങ്കിലും അങ്ങേര് പല തവണ പറഞ്ഞിട്ടില്ലേ കുട്ടിമണി ചെയ്തതായിട്ട് വിശ്വസിക്കുന്നില്ല. ശിവയുടെ പങ്ക് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ശിവയെ കൊണ്ട് ആരാണത് ചെയ്യിച്ചതെന്നും നമുക്ക് ഏകദേശ ധാരണയുണ്ട്. പക്ഷെ നമ്മളിത് വെറുതെ പറഞ്ഞതാണെങ്കിൽ ശത്രുക്കൾക്കെതിരെയുള്ള ആരോപണമായി പോകും. അല്ലെങ്കിലേ നമ്മളാകെ നിലതെറ്റി നിൽക്കുക. മൂക്കറ്റ മുങ്ങി നിൽക്കുന്നവന് 3 ആളോ 4 ആളോ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ പിച്ചളെ. അതുകൊണ്ട് വായി വരുന്നത് വിളിച്ചു പറയുന്നു, കണ്ണിൽ കണ്ടവർക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു. ഇങ്ങനെയൊക്കെ പുറം ലോകത്തുള്ളവർ കാണത്തുള്ളൂ. മതികലയെപ്പോലെയും മതികലയുടെ അമ്മയെപ്പോലെയും പണവും പ്രതാപവും ഉള്ളവർക്കേ കാര്യങ്ങൾ വരുത്തി തീർക്കാനാവും. ബായ്, എന്ത് പണം? ഇതിനേക്കാളും വലിയ പണക്കാര് തെറ്റുകൾ ചെയ്ത് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഒരു പ്രാവശ്യം ദൈവം ഒരു പിടി പിടിക്കും, അവിടെ വീഴുകയും ചെയ്യും. ചേട്ടാ, CI സാറിൻ്റെ വീട് നന്നായിട്ട് അറിയാലോ അല്ലേ? അറിയാം, ഇതാ ഇപ്പം എത്തും. ആ ശരി. ഇതാ വീട്. എത്രയായി? 40 രൂപ. ദാ. എന്തായാലും സാറ് പോയിട്ടില്ല, വണ്ടി കിടപ്പുണ്ട്. ബായ്, എന്താ അറച്ചു നിൽക്കണത്? എന്താ ഭയന്ന് നിൽക്കണോ? ഭയോ? എന്തിന്? ഭയമൊന്നുമില്ല ഭായി. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് അതിന് മനസ്സിലൊരു അടുക്കും ചിട്ട ഉണ്ടാക്കുമായിരുന്നു. ബായ് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറ. ബായെ കുത്തിവീഴ്ത്തുന്നതിന് മുമ്പ് ശിവ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് സാറിനോട് അങ്ങോട്ട് പറ. സാറിന് മനസ്സിലാവും. മനസ്സിലാകുമായിരിക്കും, പക്ഷെ വിശ്വസിക്കണമെന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊരു വെറും വരവായി പോയില്ല ബായി. അതിലൊന്നും ഒരു കാര്യമില്ല ബായ്. എല്ലാ അമ്പും കൃത്യമായി ലക്ഷ്യത്തിൽ കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴെങ്കിലും ലക്ഷ്യം കാണും. ബായ്, വാ വാ. സാറേ, സാറേ, എന്താ? സാറ് പത്രം വായിക്കായിരുന്നു? അല്ല, ഞാൻ രാമായണം വായിക്കായിരുന്നു. നീ അത് ചോദിക്കാൻ വന്നാണോ? ഞങ്ങൾ CI സാറിനൊന്ന് കാണാൻ വന്നതാ. എന്നതാ കാര്യം? സാറിനോട് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. സാർ അകത്തുണ്ട്. വെളുക്കുന്നത് വരെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിട്ട് വന്ന് കിടന്നതാ. എണീറ്റ് കാണും. എപ്പോൾ ഇറങ്ങി വരുന്നോ അപ്പം പോവാന്നും പറഞ്ഞ് എന്നെ നിർത്തിയിരിക്കുക. ചെന്ന് വിളിച്ചിട്ട് അങ്ങനെയുടെ വായിരിക്കുന്നത് കേട്ടോണം. അയ്യോ, അങ്ങനെ ഉണ്ടോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും പിച്ചളെ? നമുക്ക് പോയിട്ട് പിന്നെ വന്നാലോ ബായ്? CI സാറ് ഉറക്കക്ഷീണൊക്കെ കഴിഞ്ഞ് എണീക്കട്ടെ. അതായിരിക്കും നല്ലത്. അല്ല, നീയൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, തലേ കയറത്തില്ല. ഉറക്കം പോയാലേ അങ്ങേര് പിശാച്. മുമ്പിൽ കാണുന്നവരെ പിടിച്ച് തിന്നുകളയും. അപ്പോൾ ആൾക്കാരെ പിടിച്ചു നിന്നാണോ CI സാർ ജീവിക്കുന്നത്? വേണ്ട, വലിയ തമാശയൊന്നും വേണ്ട. പോയിട്ട് രണ്ടുപേരും കുറച്ച് കഴിഞ്ഞിട്ട് വാ. ഭാവിച്ചില്ലേ? അവിടെ നിങ്ങടാ. ഉണർന്നു ബായ്, ഇനിയിപ്പോൾ നമ്മളെ പിടിച്ച് തിന്നായിരിക്കും. എന്താടാ ഇവിടെ? നീ സ്ഥലം CIയുടെ വീട് സ്കെച്ച് ചെയ്യാൻ വേണ്ടി വന്നാണോ? സാറിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടായിരുന്നു. എന്താടാ? അതൊരു രഹസ്യമാണ് സാർ. രഹസ്യോ? പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. വയലൂരം വീട്ടിലെ ശാരദാമ്മ മർഡർ കേസ് സംബന്ധിച്ചുള്ളതാണ്. കയറി വാ. ഇരിക്ക്. ഞങ്ങളിവിടെ നിന്നോളാം സാർ. ഇരിക്ക് ബായ്. നമ്മൾ എന്തിനാ നിൽക്കണേ? നമ്മളും സാറും ഒരുപോലല്ലേ? ഒരുപോലെയോ? നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല.
അല്ല, സാർ ഇപ്പൊ കാവിയും ടീഷർട്ടൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കണ കാണുമ്പോ ഞാനും കാവി സാറും കാവി, സാർ ഏതാ ഞാൻ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. അതുപോലായി. എടാ, ഒന്നാമത് എനിക്കിപ്പോൾ നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഒരുത്തൻ്റെ പിന്നാലെ കിടന്ന് ഓടിയൻ്റെ ക്ഷീണവും ഉണ്ട്. ഇവിടെ മുമ്പിൽ വന്നുകൊണ്ടിരുന്ന വലിയ വായിൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആതിഥേയൻ, നിങ്ങൾ അതിഥികൾ എന്നുള്ള മാന്യതയൊന്നും കാണില്ല. ഇടിച്ചണ്ണാക്കകത്ത് കയറ്റും. സാർ അതല്ല പറയാൻ വന്നത്. എനിക്കറിയാ, ഞാൻ എത്രയോ കാലമായി സാറിനെ പോലുള്ള പോലീസ് സാറുമാരുടെ ഇത് കേൾക്കണു. ഹ, ഇരിക്കു ബായ്. സാറിപ്പോ നമ്മളെ സുഹൃത്തുക്കളെ പോലെയല്ലേ കാണുന്നത്. അതല്ലേ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിട്ടും ഓട്ടക്ഷീണം ഉണ്ടായിട്ടും നമ്മളെ അകത്ത് കയറ്റിയിരുത്തിയത്. എണീക്കടാ. എണീക്കാൻ. അങ്ങോട്ട് മാറിയിക്കേ. നീ ഇങ്ങോട്ടൊന്നിരിക്കേ. ഇരിക്കടാ, വലിയ ഭവ്യതയൊന്നും വേണ്ട. ഇനി പറഞ്ഞോ. അല്ല, എന്താ ഇപ്പൊ എല്ലാരും കൂടെ ശാരദാമ്മ മർഡർ കേസും കുത്തിപ്പിടിച്ചോണ്ടിറങ്ങിയത്? സാറേ, ഞങ്ങളുടെ വീടിന്റെ വിളക്കായി ഉണ്ടായിരുന്നൊരു അമ്മയാണ്. ആ വെളിച്ചം കെടുത്തിയത് ആരെന്ന് കണ്ടുപിടിക്കണ്ടേ സാറേ? അത് വേണം, പിന്നെ വേണ്ടേ? നിന്റെ ഭാര്യ പ്രതിയാണെന്ന് വന്നപ്പോ എല്ലാം കെട്ടടങ്ങിയതല്ലേ? നീയും അനങ്ങി. നിയമത്തിന്റെ ഏതെങ്കിലും പഴിയിലൂടെ നീയും രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോട്ടെയെന്ന് വെച്ചു. ഇപ്പൊ പിന്നെ നിനക്കെന്താ പുതിയൊരു ബോധോദയം? വേറെ വിഷയമൊന്നുമില്ല ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാൻ? അയ്യോ സാറേ, ശത്രുക്കൾക്കെതിരായിട്ടുള്ള ആയുധമൊന്നുമല്ല സാറേ ഇത്. എൻ്റെ മാനസികാവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. ബുദ്ധി പറഞ്ഞ എൻ്റെ ഭാര്യ കുട്ടിമണി സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ചു, അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു, കരയാവുന്നതിൻ്റെ അങ്ങേയറ്റം കരഞ്ഞു. ഇനിയും സങ്കടപ്പെടാൻ അവർക്ക് കഴിയില്ല സാറേ. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണം കൂടി വന്നപ്പോൾ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. നിന്നെപ്പറ്റിയും നിന്റെ ഭാര്യയെപ്പറ്റിയും കുറേ കാര്യങ്ങൾ ഞാൻ തിരക്കുന്നുണ്ടല്ലോ. കാരണം ഒന്ന്, ഞാൻ അന്വേഷിക്കുന്ന കേസിലെ പ്രധാന പ്രതിയാണെന്ന് സംശയിക്കുന്ന ആൾ കുട്ടിമണി. പിന്നെ നീ, ഞാൻ തന്നെ അന്വേഷിക്കുന്ന കേസിലെ, അതായത് കുത്തുകേസിലെ വാദി. അതുകൊണ്ട് നിങ്ങളിൽ ഒരു കണ്ണ് അയ്യപ്പൻകുട്ടിക്ക് എപ്പോഴും ഉണ്ട്. എന്തായാലും കുഞ്ഞിൻ്റെ മരണം അത് സങ്കടകരമായ കാര്യമാണ്. അതിലെനിക്ക് വിഷമമുണ്ട്. ഞാനിപ്പോൾ ആശ്വാസവാക്കുകൾ പറഞ്ഞാലൊന്നും നിന്റെ വിഷമം മാറില്ല എന്ന് എനിക്കറിയാം. അതിനെ ദൈവം തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിലും മിടുക്കിയായിട്ടുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് തരുവടാ. അങ്ങനെ ആശ്വസിക്കുക. സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പോലീസുകാരനായിട്ട് തോന്നണില്ല കേട്ടോ. മനസ്സിൽ കരുണയും ദയൊക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനായിട്ട് തോന്നുള്ളൂ. സാർ, നീ ഇംഗ്ലീഷൊന്നും ഉണ്ടാക്കണ്ട. നിന്നെയൊക്കെ പോലുള്ള വമ്പന്മാരെ സ്റ്റേഷനിൽ ഇരുത്തുന്നതേ കസേരയില്ലാതെ ഏറല ഇങ്ങനെ കൈ നീട്ടി പിടിച്ചോണ്ട്. ഇതെന്റെ വീടായതുകൊണ്ടും മാന്യത കൊണ്ടും പിന്നെ നിനക്ക് ഇരിക്കാനുള്ള അതീവ ആഗ്രഹം കൊണ്ടും വേണമെങ്കിൽ അവിടെ ഇരുന്നോ. എടാ, പോലീസുകാരെന്ന് പറഞ്ഞാൽ നിന്റെ ധാരണ എന്താ? നരഭോജികളാണെന്നോ? എന്നല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ KP എന്ന് പറഞ്ഞ ചിലര് കേരള പോലീസാ, ചിലർക്ക് കാലന്റെ പര്യായവും. ഡാടാ, മതി, നിർത്ത് നിന്റെ പ്രസംഗം. ഇല്ലെങ്കിലേ നിന്നെ ആ മൂലയെ പിടിച്ച് എയറിൽ നിർത്തും ഞാൻ. പറ മനുഷ്യ, എന്താ കേസിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? ആ തമിഴ്നാടുകാരി കൊച്ചില്ലേ, എന്താ അവളുടെ പേര്? മൈലമ്മ. അവൾ പിടിക്കുക, സ്മാർട്ടാ. ആ കുട്ടി ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് വിശദമായി നോക്കിക്കൊണ്ടിരിക്കുക. കമ്മീഷണർ കഴിഞ്ഞ ദിവസം എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ എനിക്ക് ഈ കേസിലെ ചില സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ആക്ഷൻ കൗൺസിൽ, മീഡിയ, സെൻസേഷൻ, അതിനൊക്കെ മുമ്പേ നമുക്ക് സൈലൻ്റായിട്ടൊരു അന്വേഷണം നടത്താം. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലും ഞാൻ നിങ്ങളെ വന്ന് അങ്ങോട്ട് കണ്ടേനെ. ശാരദാമ്മ മർഡർ കേസിലെ യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടാൽ മണ്ടനാക്കപ്പെടുന്നത് CA അയ്യപ്പൻകുട്ടി മാത്രമല്ല, ഒരു ഫോഴ്സ് മുഴുവനുമാണ്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തും മനസ്സിലാ. അതെന്താ സാർ? നിന്നോട് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ചോദിച്ചതാ. പ്രതികാരം നിന്റെ ജോലിയല്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളിക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. അന്ന് നീ ഒന്നും പറഞ്ഞില്ല. അന്ന് നീ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ആ ശിവയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെ സാറേ, ആ ഫ്രോഡാണ് ഇതിന് പിന്നിൽ. അവനാണ് കൊന്നിട്ടുള്ളത്. എടാ, അതിന് തെളിവുകൾ വേണം. ഇല്ലെങ്കിൽ കോടതിയിൽ വരുമ്പോൾ അവൻ പുഷ്പം പോലെ ഊരിപ്പോരും.
അതെ, അത് ശരിയാ. പിന്നെ സാറേ, ഞാൻ വളരെ ബുദ്ധിപരമായൊരു ഉപദേശം പറഞ്ഞാലോ? ആ ഉപദേശം നീ 8 മടക്കി നിന്റെ പോക്കറ്റ് വെച്ചാൽ മതി. കള്ളന്റെ ഉപദേശം കൊണ്ട് പ്രതിയെ പിടിക്കേണ്ട ആവശ്യം പോലീസിനില്ല, പ്രത്യേകിച്ചും CI അയ്യപ്പൻകുട്ടിക്ക്. ഒരു കാര്യം ചെയ്, ഒരു കാപ്പി ഉണ്ടായിക്കൊണ്ടോ? പിന്നെ ഞാൻ നല്ല അസലായിട്ട് കാപ്പി ഉണ്ടാക്കൂ. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്ത് വേണമെങ്കിലും നീ നിന്റെ പെണ്ണും പിള്ളേക്ക് ഉണ്ടായിക്കൊടുത്താൽ മതി. തൽക്കാലം ഞാൻ പറഞ്ഞ പോലെ ഒരു 2 കാപ്പി, അല്ല നിനക്കും വേണമല്ലോ കാപ്പി, ഒരു 3 കാപ്പി ഉണ്ടായിക്കൊണ്ടോ പോ. അപ്പൊ ബായി, സാറിനോട് വിശദമായി കാര്യങ്ങൾ പറ. അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട്. സാർ, കിച്ചൺ അടുക്കളയോടെ നീ കണ്ടുപിടിച്ചോളൂ. സംസ്ഥാന പെരിങ്ങളെന്നല്ലേ എൻ്റെ വീട്ടിൽ അടുക്കള അറിയാൻ പാട്. നീ ഒന്നേ, കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്കറിയാം. ഇനി നിനക്കെന്തോ രഹസ്യമായിട്ട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പറ, കേൾക്കട്ടെ. ശിവ, അവനാ സാറേ വയലൂരും വീട്ടിൽ ശാരദാമ്മയെ കൊന്നത്. അവൻ എൻ്റെ നെഞ്ചിന് കീഴെ പിച്ചാത്തി കുത്തിയിറക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണിൽ നോക്കി അവൻ പറഞ്ഞതാ. ശാരദാമ്മയെ കൊന്നത് ഞാനാ മനസ്സിലാ. തലേണ എടുത്ത് മുഖത്തമർത്തി വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നത് ഞാനാ. കൊല്ലാൻ പോയത് നിന്റെ കുട്ടിമണിയാ. ഇത് അന്ന് അവൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അതിന് നിന്റെ കയ്യിൽ രേഖകൾ വല്ലതും ഉണ്ടോ? ഇനിയിപ്പോൾ അഥവാ നീ സർ, ഗുഡ് മോർണിംഗ് സർ. ഇല്ല സർ, ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ രാവിലെ കറക്റ്റ് ടൈമിന് എത്തും സർ. ഐ വിൽ ബി ഓൺ ടൈം. താങ്ക് യു സർ. ഓ, ഓഫീസിൽ നിന്നാ. അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നത്? നീ പറഞ്ഞത് അവൻ നിന്നോട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കുന്നത്? വിശ്വസിച്ചേ പറ്റൂ സാർ. ശിവയാണ് കൊന്നത്. കുട്ടിമണിയെ കൊല്ലാനാവും വന്നത്. പക്ഷേ ആള് മാറിപ്പോയെന്നാവും പറഞ്ഞത്. കുട്ടിമണിയെ കൊല്ലാൻ അവനെ അയച്ചത് മാണിക്യമംഗലത്തെ മതികലയാ, DYSP ജയസേനന്റെ അനന്തരവഴി. മനസ്സിലാ, നീ നിന്റെ ശത്രുക്കളെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഫ്രെയിം ചെയ്യല്ലേ? ഒരിക്കലുമല്ല സാറേ. പല തവണ എനിക്ക് നേരെ ആക്രമണം ഉണ്ടായതാ. എന്നെ കൊല്ലാൻ വേണ്ടി ശിവയെ വിട്ടത് മതികലയാ. നിന്നോട് ഇത്രയ്ക്കും ശത്രുത അവക്കൊണ്ടാകാനുള്ള കാരണം? അത് കോളേജിൽ പഠിക്കുമ്പോൾ മുതലുള്ള പ്രശ്നമാണ്. എൻ്റെ അനിയത്തി അല്ലിയുടെ ജീവിതം തകർത്തതിന് പിന്നിലും അവൾ മരണപ്പെട്ടതിന് പിന്നിലും DYSP ജയസേനൻ സാറിൻ്റെ മകൻ സഞ്ജുവും അവൻ്റെ ചേട്ടൻ ചന്ദ്രുവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ മതികലയുടെ അച്ഛൻ മഹാദേവൻ തമ്മിയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. കഥയിൽ എനിക്കിതൊരു പുതിയ അറിവാണല്ലോടാ. അപ്പം നിന്റെ ശത്രുനിര പ്രബലം. DYSP ജയസേനെ പോലുള്ള അണ്ടർവേൾഡ് സിൻഡിക്കേറ്റ്സിനെതിരെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി? അതെനിക്കറിയത്തില്ല സാറേ. ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിച്ച നായകന്മാരെ ഞാൻ സിനിമയിലും കഥയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിലെ നായകന്മാർ എല്ലാവരും പരാജയപ്പെട്ടവരാ, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് സാറിടുന്ന യൂണിഫോമിനോടുള്ള ബഹുമാനം, അയ്യപ്പൻകുട്ടി സാറിനോട് എനിക്കുള്ള വിശ്വാസം, അതാ ഞാൻ സാറിന് മുന്നിൽ വന്നതും ഇതൊക്കെ പറയുന്നത്. എന്നെ വേട്ടയാടി തുടങ്ങിയതാ കാലങ്ങൾക്ക് മുമ്പേ. മതികലയുടെ ആഗ്രഹങ്ങൾക്കും ആജ്ഞകൾക്കും മുമ്പിൽ ഞാൻ അനുസരിക്കുന്നില്ല എന്ന് വന്നതോടെയാ അവൾ എന്നെ ടാർഗറ്റ് ചെയ്തത്. പിന്നെ കുട്ടിമണി ഒന്നിച്ച് ഞാൻ ജീവിക്കുന്നത് മതികലയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താ അതിന് കാരണം? മതികലയ്ക്ക് അവളുടെ അച്ഛനോടുള്ള പ്രതികാരമായിരുന്നു വയലൂരം വീട്ടിലെ രവിചന്ദ്രനുമായിട്ടുള്ള വിവാഹം. അതിന് കുട്ടിമണിയെ അവളൊരു കരുവാക്കി. പിന്നെ മതികലയുമായി അടുപ്പമുണ്ടായിരുന്ന എന്നെ വയലൂരം വീട്ടിലെത്തിക്കാനുള്ള വഴിയായിരുന്നു കുട്ടിമണിയായിട്ടുള്ള എൻ്റെ കല്യാണം. അതിലെല്ലാം അവൾ വിജയിച്ചു. ചെയ്യുന്നത് മഹാപാപമാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ പിൻവാങ്ങി. കുട്ടിമണിയെ സ്നേഹിച്ചു. അതിൻ്റെ പക. എല്ലായിടത്തും തോറ്റവരാ സാറേ ഞങ്ങൾ. ഇവിടെ ജയിക്കണം. ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യത്തിന് ജയിക്കാൻ വേണ്ടി. നിന്റെ ഈ തുറന്നു പറച്ചിൽ എനിക്കിഷ്ടമായി. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടാ. ഞാനുണ്ടാവും നിന്റെ കൂടെ. ഞാനും ഉണ്ടാവും സാറേ. ഇതാ പോലീസിന് കള്ളന്റെ വക കാപ്പി. എടുത്തോ. നീ എടുത്തോടാ. കള്ളന് പോലീസിന്റെ ഒരു കാപ്പി. കേട്ടോ ഭായ്, സത്യം പറഞ്ഞ അങ്ങോട്ട് പോയപ്പം
ബാഹിയുടെ അത്ര പോലും ആത്മവിശ്വാസം ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ അത് പുറമെ അങ്ങോട്ട് കാണിച്ചില്ല എന്നുള്ളൂ. പിച്ചളയല്ലേ വലിയ വാചകം അടിച്ചത്. എനിക്കാണ് പേടി അങ്ങോട്ട് ചെന്നാ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന്. എന്നിട്ടിപ്പോ ഉള്ളിലിരിപ്പ് അതുപോലെ അങ്ങ് പുറത്തു വരിക അല്ലേ? ഞാനൊരു കള്ളനല്ലേ ബായ്. ഞാൻ ഉള്ളിലിരിപ്പ് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയോ? ഇല്ലല്ലോ. എന്തായാലും അയ്യപ്പൻകുട്ടി സാറ് ഇപ്പോ സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ രൂപത്തിലാ നമ്മുടെ മുമ്പിൽ. അദ്ദേഹം സഹായിക്കാന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം. സഹായിക്കും ബായ്, ഉറപ്പായിട്ടും സഹായിക്കും. അങ്ങനെ എല്ലാ കാലത്തും തിന്മ തന്നെ ജയിച്ചു നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നമ്മളിതെത്ര കണ്ടിരിക്കുന്നു ബായ്. എത്ര പേരുടെ സഖ്യങ്ങളും നീക്കങ്ങളും കണ്ടിരിക്കുന്നു. അവസാനം തമ്മിലടിച്ച് തല കീറി പോണത് കണ്ടിട്ടില്ല. പിന്നെയാണോ ഈ മതികലയും ചന്ദ്രവും സഞ്ജയനൊക്കെ? ഒരു പടതന്നെ അങ്ങോട്ട് വരട്ട ബായ്. നമ്മുടെ ഭാഗത്ത് ന്യായവും ധർമ്മവും ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അതങ്ങനെ തന്നെയാ. പിന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് വിഷമിക്കേണ്ടി വരും. കുറച്ചൊന്നും അല്ലല്ലോ പിച്ചളെ അനുഭവിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുഞ്ഞുനാള് മുതൽ കൂടപ്പിറപ്പെന്ന് കരുതി കൂടെ നടത്തിയവൻ എൻ്റെ പെങ്ങളുടെ ജീവനെടുത്തു. അവൻ തന്നെ എൻ്റെ കുട്ടിവനുടെ ജീവനെടുക്കാൻ വന്നു. പക്ഷെ അന്നില്ലാതായത് വയലൂരും വീട്ടിലെ അമ്മ. എന്നിട്ട് ആ കുറ്റം പാവം കുട്ടിവനുടെ തലയെ കെട്ടിവെച്ചു. അതെല്ലാം കൂടി ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുട്ടിമണിയുടെ മനസ്സിൽ തീ കോരിയിട്ടു. കുഞ്ഞുമണിയെ തിരിച്ചെടുത്ത് ദൈവം കുട്ടിമണിയെയും എന്നെയും വീണ്ടും ഒരിക്കൽ കൂടി പറ്റിച്ചു. വീണ്ടും വീണ്ടും അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബായ്? നമ്മളെ സംബന്ധിച്ച് തകർന്ന് തരിപ്പണമായ ഒരിടത്തു നിന്നും ഉയർത്തെഴുന്നേൽപ്പാണ് വേണ്ടത്. മനസ്സിനെപ്പോഴും അങ്ങനെയാ പിച്ചളെ. മുറിവേറ്റ് മുക്കാലും ചോര വാർന്നു പോയാലും അണിവിരല്ലെങ്കിലും അവസാന തുടിപ്പ് അവശേഷിപ്പിച്ച് എണീക്കും. അത് മതികലയ്ക്കറിയാം. മറ്റാരെക്കാളും നന്നായിട്ട് മതികലയ്ക്കതറിയാം. അതുകൊണ്ടാണല്ലോ അവൾ കൂലിക്കെടുത്ത ശിവ 3 കുത്തുകുത്തിയിട്ടും നിവർന്നെണീറ്റ് ഞാൻ അവളുടെ മുമ്പിൽ തന്നെ വന്നു നിന്നത്. ഇതാണ് ബായ്. ഈ ധൈര്യമാണ്, ആത്മവിശ്വാസമാണ് ബായ്ക്ക് വേണ്ടത്. ഇപ്പൊ തന്നെ പെരും കള്ളനായ ഞാൻ കാപ്പിയിട്ട് കൊടുത്ത് സ്ഥലം സർക്കിളിനെ മലർത്തി അടിച്ചില്ലേ? അങ്ങേര് കൂടെ നിൽക്കുന്നു ഉറപ്പാ ബായ്. അയാൾക്ക് ഈ മതികലയെ ഒന്ന് പൂട്ടണമെന്നും കയ്യാമം വെച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി വരട്ടണം എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങേര് കൂടെ നിൽക്കും ബായ്. അങ്ങേർക്കറിയാം നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാന്ന്. കുട്ടിമണി പെങ്ങള് പാവാണ്. CI സാറ് പറഞ്ഞതിലൊരു കാര്യമുണ്ട് പിച്ചളെ. നമ്മൾ ഈ പറഞ്ഞത് ആരോപണമായിട്ട് വരാൻ പാടില്ല. കൃത്യമായ തെളിവുകൾ വേണം. നാളെ ശിവ പറയരുത് അവനോടുള്ള വൈരാഗ്യത്തിൽ മനസ്സിജനെല്ലാം ആരോപിക്കുകയാണെന്ന്. എന്നെ അവൻ കുത്തിവീഴ്ത്തിയപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കും അവനുമിടയിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ രണ്ടാൾക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ. അത് നിയമത്തോട് ഞാൻ പറയുമ്പോൾ അവരാവശ്യപ്പെടുന്നത് തെളിവ് താ എന്നാണ്. മനസ്സിന് എവിടുന്ന് തെളിവ് കൊടുക്കാൻ അപ്പിച്ചളെ? എൻ്റെ കയ്യിൽ തെളിവില്ലല്ലോ. നിങ്ങൾ അന്ന് രാത്രി ശിവയെ കണ്ടിരുന്നില്ലേ? അതായത് ശാരദമ്മ കൊല്ലപ്പെടുന്നതിൻ്റെ കണ്ടിരുന്നതാ. അന്നവൻ എങ്ങോട്ടോ ധൃതി പിടിച്ച് പോവുകയാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനൊന്ന് ഉപദേശിച്ചാ വിട്ടത്. അതൊക്കെ തെളിവിന്റെ ഭാഗമല്ലേ ബായ്? എൻ്റെ പിച്ചളെ, ഞാനെന്ന് അവിടെ വെച്ച് അവനെ കണ്ടത് തെളിവിൻ്റെ ഭാഗമാവും. ശത്രുക്കളെ വളഞ്ഞു പിടിക്കുക തന്നെയാണ് വേണ്ടത്. നമ്മൾ പറയുന്നത് കൂടാതെ വയലോരം വീട്ടിൽ നിന്ന് തെളിവുകൾ ഉണ്ടാവണം. മൈലമ്മ അതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാ. കാരണം രവിയേട്ടൻ മതികലയ്ക്കെതിരെ മൊഴി കൊടുക്കുന്നൊക്കെയാണ് മൈലമ്മേന്റെ ധാരണ. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പിച്ചളെ. അവസാന നിമിഷം സ്വന്തം കുടുംബം ഓർത്തിട്ട് രവിയേട്ടൻ പിന്മാറിയല്ലോ. എന്തായാലും പെറ്റമ്മയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യം പുറത്തു വരണമെന്ന് അങ്ങേർക്കും ആഗ്രഹം കാണത്തില്ല. മരിച്ചവരോ മരിച്ചു, ജീവിച്ചിരിക്കുന്നവർ ജീവിക്കട്ടെ. അതാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചിന്താഗതി. അങ്ങനെ അവർ ചിന്തിക്കൂ. അല്ലെങ്കിൽ തന്നെ എത്ര പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാലും വേർപാടിൻ്റെ അന്നൊരു പൊട്ടിക്കരച്ച്, പിന്നൊരു തേങ്ങിക്കരച്ച്, പിന്നെ ഓർക്കുമ്പോൾ ഇടനെഞ്ചിലുണ്ടാകുന്ന ചെറിയ വിങ്ങലുകൾ, അത് കഴിഞ്ഞ് ഉണങ്ങിത്തുടങ്ങുന്ന മുറിവിന് മീതെ വിരലമർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ നൊമ്പരം. അത്രയല്ലേ ഉള്ളൂ ബായി.
ഏതൊരു വേർപാടും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ മരിച്ചുപോയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാതിരിക്കുമോ? ഇല്ല ബായ്. അവർ സ്വയം മറന്ന് ചിരിക്കുന്ന നിമിഷങ്ങളുണ്ടാവത്തില്ലേ? ആ നിമിഷങ്ങളിലൊക്കെ അവർ നമ്മൾ മറന്നു പോകത്തില്ലേ? അതുപോലെയുള്ളൂ ആരുടെ കാര്യവും. സ്വന്തം ജീവിതമാണ് വലുതെന്ന് രവിയേട്ടന് തോന്നിക്കഴിഞ്ഞാൽ ആ വായിൽ നിന്നും ഒരു തെളിവും വരത്തില്ല. അല്ലെങ്കിൽ സ്നേഹം കൊടുത്ത് മയക്കി അവൾ രവിയേട്ടനെ പൂട്ടിയിടും. അതിനവൾക്ക് കഴിയും. അതിനായി അവൾ ഏത് മാർഗവും സ്വീകരിക്കും, ഏതറ്റം വരെയും പോകും. ചന്ദ്രഭായ് പറഞ്ഞതുപോലെ തന്നെ CI അയ്യപ്പൻകുട്ടിയുടെ കോട്ടയത്തിൽ നിന്നും അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുക. എങ്ങോട്ട് പോകുന്നെന്ന് നോക്കണം. കവലയിലേക്കാവും, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക്. ഫോളോ ചെയ്യും. ഞാനിപ്പോൾ എത്തും. ശരി. രവിയേട്ടൻ മതികലയുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്നാ എൻ്റെ വിശ്വാസം. മതികലയ്ക്കെതിരെ തന്നെ രവിയേട്ടൻ വിരല് ചൂണ്ടും. അതിനുള്ള ധൈര്യമൊക്കെ മൈലമ്മ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് തന്നെ നമുക്കൊരു സഹായം കിട്ടിയല്ലോ, അയ്യപ്പൻകുട്ടി സാറിൻ്റെന്ന്. ഇനിയിപ്പോൾ അവരൊരു ടീം ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്? അതെ, കമ്മീഷണർ ത്യാഗരാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ അതിലാ വനിതാ CEO ഉണ്ടാവും. അന്വേഷണം അവരൊന്നേന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞ്. ഒന്നേന്ന് തുടങ്ങട്ടെ. ഒന്നേന്ന് എണ്ണി എണ്ണി എണ്ണം തെറ്റാതെ ലക്ഷ്യത്തിലെത്തട്ടെ. ഭാഗ്യം. നടന്ന് നടന്ന് കാല് കഴിച്ചപ്പോൾ ഒരു ഓട്ടോ വരുന്നു. ഇനി ഇതിൽ കയറി കവലയിലിറങ്ങാം. എന്നിട്ടൊരു ചൂട് ചായ കുടിക്കണം, അല്ലെങ്കിൽ ഒരു സോഡ, എന്നിട്ട് പിരിയ. ഓട്ടോ എങ്ങോട്ടാ? നേരെ പോവായി. ബസ് കിട്ടണ കവലയെത്തുമ്പോൾ നിർത്തിയേക്കണം, അത്ര തന്നെ. കേറ്. ചന്ദ്രഭായ് ഓട്ടോയിൽ കയറിപ്പോയി. ജംഗ്ഷനിലേക്കാണെന്ന് തോന്നുന്നു. സോഡ കുടിച്ച് ദാഹം തീർക്കുകയാണോ പിച്ചള മനസ്സിജൻ? സോഡ കുടിച്ചല്ല, ചിലരുടെ ചോര കുടിച്ച് ദാഹം തീർക്കണമെന്നുണ്ട്. തൽക്കാലം സാമ്പിളിന് സോഡ, ബാക്കി പിന്നെ. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ടിട്ടുണ്ട്. മനസ്സിജന് ചേരുന്ന തണ്ടിയാ പിച്ചള, കേട്ടോ? മറുപടി തരുന്ന കണ്ടില്ലേ? കട്ടയ്ക്ക് കട്ടയ്ക്ക്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഞാൻ വെറുതെ പോയപ്പോ നമ്മൾ സുഹൃത്തുക്കളല്ലേ ബ്രോ, ഇറങ്ങി നേരിക്കണ്ടൊന്ന് വിഷ് ചെയ്തിട്ട് പോകാവുന്നത്. നമ്മൾ ഏത് കണക്കിനാ സുഹൃത്തുക്കളാവുന്നത് ബ്രോ? ഞങ്ങൾ നല്ല കൊള്ളാവുന്ന ആളുകളായ സൗഹൃദം കൂടാറുള്ളൂ. പിച്ചളെ, ചന്ദ്രു ആരാണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞു തന്നതാ. അന്നുന്തുവണ്ടി കിടന്ന് മണ്ണെണ്ണ കുളിച്ചത് പാവം പച്ചക്കറികളാ, വിൽക്കാൻ വെച്ചിരുന്ന വെജിറ്റബിൾസ്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇനി നിന്നെ ഞാൻ 1 അടി നീളമുള്ള പന്തവാക്കുമെന്ന്. ഉത്സവകാലത്തെ എടുപ്പ് തീവട്ടി പോലത്തെ ഒരെണ്ണം. നിർത്തറ. നീ എന്താ വരട്ടുന്നോ? നിനക്ക് കുറച്ച് കാശുണ്ടെന്ന് കരുതി നിന്റെ തന്ത ഒരു കാക്കി ഇട്ടിട്ടുണ്ടെന്ന് കരുതി ആരെയും എവിടെ വെച്ചും എന്തും പറയാമെന്ന് നീ കരുതിയോ? അതെ, അതിന് നിന്റെ അച്ഛന് പതിച്ചു കിട്ടിയ സ്ഥലമല്ല ഇത്. ഇത് നിനക്കും ഞങ്ങൾക്കും ഒരുപോലെ അവകാശമുള്ള സ്ഥലമാ. എന്റെ അച്ഛന് പതിച്ചു കിട്ടിയ സ്ഥലമല്ലിത്. പക്ഷേ എന്റെ അച്ഛന് വേണമെന്നുള്ള സ്ഥലം പതിച്ചെടുക്കാറുണ്ട്. അച്ഛന്റെ അതേ സ്വഭാവമായി എനിക്ക്. അതങ്ങനെ വേണമല്ലോ. തന്തയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ വേണമല്ലോ. DYSP ജയസേനന്റെ മകൻ ഒന്നുന്നിയ അതുന്നിയത് തന്നെയാ. ഒന്ന് കുറി വരച്ച അവിടം കൊണ്ടേ പോവുള്ളൂ. അത് പണ്ടും അങ്ങനെ. അതൊന്ന് സൂക്ഷിച്ച് ചോദിച്ചു നോക്കിയിരുന്നെങ്കിൽ അറിയായിരുന്നു. പെങ്ങളോട്, അല്ലിയോട്. വേണ്ട ബായ്, ഇവന്റെ ലക്ഷ്യം നമ്മളൊരു പ്രശ്നത്തിൽപ്പെടുത്തി അകത്താക്കുകയെന്നായിരിക്കും. മനസ്സിലായോ? അങ്ങനെ വല വിരിച്ചും ചൂണ്ടയിട്ടും പലരും കാത്തിരിക്കും. നമ്മളങ്ങനെ കുടുങ്ങാൻ നിൽക്കണ്ട. പിച്ചളയ്ക്ക് ബുദ്ധിയുണ്ട്, കള്ളനാണല്ലോ. അങ്ങനെ പല തരത്തിലുള്ള ചൂണ്ടകളും ഞാൻ എറിഞ്ഞിട്ടുണ്ട്.
ചിരിച്ചുകൊണ്ട് ചൂണ്ടയെറിയും, കണ്ണിൽ നോക്കിക്കൊണ്ട് ചൂണ്ടയെറിയും, ഇരുളിലിരുന്ന് നീ അറിയാതെ ചാട്ടുളിയെറിയും. അതാ ചന്ദ്രു. അതെ, ഞാൻ അങ്ങനെയല്ല. ഞാൻ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും, കണ്ണി നോക്കി പറയും. കേറ്റാനുള്ള കത്തി നേരെ നിന്ന് സംസാരിച്ചുകൊണ്ട് വാരിയലിനിടയിൽ കൃത്യമായിട്ട് കയറ്റിയിരിക്കും.